ഹലോ, എല്ലാവർക്കും ഞങ്ങളെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പച്ചടീൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ അതാ പച്ചടിക്ക് വേണ്ടിയിട്ട് ഇളവനാണ് എടുത്തത്. ഇളവന് കുമ്പളങ്ങ എന്നും പറയും. അപ്പോൾ അതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് പച്ചടി വെക്കുന്നത്. അപ്പോൾ അതാ കഷ്ണം നല്ല വലുതും ആവേണ്ട, നല്ല ചെറുതും ആയിപ്പോണ്ട ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്യുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. കൂടുതൽ ആവശ്യമില്ല, കുറച്ച് മാത്രം മതി വെള്ളം. പിന്നെ ഒരൊറ്റ വിസിൽ മാത്രം മതി, ഇളവൻ പെട്ടെന്ന് വേകൂ. ഇനി അതിലേക്ക് അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് തേങ്ങയും ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒറ്റൊന്ന് മാത്രം മതി. അപ്പോൾ ആദ്യം അത് ഒന്ന് അരച്ചെടുക്കുക. ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് അരയുന്നവരെ എടുക്കുക. പിന്നെ അതിലേക്ക് തൈര് ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിക്കണം. ഞാനിവിടെ അവസാനമല്ല തൈര് ഒഴിക്കുന്നത്, അരപ്പിൻ്റെ കൂടെ തൈര് അടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതാ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇതിന് കുക്കറിൻ്റെ എയർ പോകുന്നവരെ വെക്കണം എന്നൊന്നുമില്ല. ഇളവൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം എയർ ഒന്ന് വലിച്ച് ഒഴിവാക്കി കളഞ്ഞാൽ മതി. ഇനി അതിലേക്ക് അരപ്പ് ഇടുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുക് ഒന്ന് ചതച്ചെടുക്കണം. ഈ അരപ്പിൻ്റെ കൂടെ തന്നെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് ചതച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതലായിട്ട് അരഞ്ഞു പോകുമ്പോൾ കഴിക്കാൻ ചാൻസ് ഉണ്ട്, കയ്പ്പുണ്ടാവും. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുക, ഒന്ന് പൊട്ടിയാൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ ആവും, അതാണ് കുക്കറിൽ വെക്കുന്നത്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അതാ തിളച്ച് വരുന്നുണ്ട്. എല്ലായിടത്തും തിളയൊക്കെ വന്ന് തുടങ്ങി. പിന്നെ ഉപ്പ് നോക്കുക കേട്ടോ, ഉപ്പുണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. കുക്കറിൽ അല്ലാണ്ട് വെക്കാം കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ വെച്ചത്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുക കേട്ടോ വറവിടുന്നതിലൊക്കെ, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പം അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങി, ഇനി വറ്റൽമുളക് ചേർക്കുക. പിന്നെ വറ്റൽമുളകിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആകുമ്പം, കൂടുതൽ വെക്കണ്ട കരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ പച്ചടിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പച്ചടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അതുപോലെ തന്നെ ഇളവനല്ലാണ്ട് വെള്ളരി ഉപയോഗിച്ചിട്ടും പച്ചടി ഉണ്ടാക്കും. അപ്പോൾ ഇതാ പച്ചടി തയ്യാറായി. ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.